ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതിയായി തന്നെ മോഷ്ടിച്ച ഒരു പണം ശ്രുതിയായി തന്നെ തിരികെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടല്ലേ. അതും മോഷണത്തിൽ താൻ പിടിക്കപ്പെടുമെന്ന് വരുന്ന ഘട്ടത്തിൽ തന്നെ. അതായത് നമ്മുടെ ചന്ദ്രയുടെ പണം ഭാമയുടെ വീട്ടിൽ വെച്ച് നഷ്ടപ്പെടുന്ന സമയത്ത് ചന്ദ്ര പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന രേവതിയാണ്. ആ ഒരു സമയത്ത് രവിയും സച്ചിയും എല്ലാവരും തന്നെ രേവതി അങ്ങനെ മോഷ്ടിക്കുന്ന ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുകയാണ് അവൾ മോഷ്ടിക്കുന്ന ഫാമിലിയിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് തന്നെ അവൾ തന്നെയാണ് പണം മോഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി തന്നെ രേവതി നിൽക്കുന്ന സമയത്ത് സച്ചി സമാധാനിപ്പിച്ചതിന് ശേഷം നേരെ ഭാമയുടെ അടുത്ത് നിന്ന് സത്യങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ടല്ലേ. പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ചന്ദ്രയെ എണ്ണയിലിട്ട് വറക്കുന്ന വിധം തന്നെ സച്ചിയും രവിയും എല്ലാവരും തന്നെ പെരുമാറുന്നുണ്ട്. മാത്രമല്ല രവി പറയുന്നുണ്ട് നഷ്ടപ്പെട്ട തുക കൂടാതെ ബാക്കി 3 ലക്ഷം ഗുണം കൂട്ടി 5 ലക്ഷം രൂപ നീ തികച്ചും രേവതിക്കും സച്ചിക്കുമായിട്ട് കൊടുക്കണം. ഈ ഒരു പണം സംഘടിപ്പിക്കുന്നതിനുണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ കൊണ്ട് ഇതൊന്നും ആവുകയില്ല, എന്താ പണം കായ്ക്കുന്ന മരം നട്ട് വളർത്തിയിട്ടുണ്ടോ എന്നൊക്കെ കൂടി ചന്ദ്ര ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും രവി പൂർണ്ണമായും താക്കീതെന്ന രീതിക്ക് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു പണം നീ കൊടുത്തേ മതിയാവും, അതല്ല എന്നാണെങ്കിൽ ജോലിക്ക് പോയിട്ടാണെങ്കിൽ ഞാൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്തും സച്ചി പറയാണ് എന്താ പണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്, അത് രേവതി അല്ല എടുത്താണ്, എന്നാൽ പിന്നെ ആരായിരിക്കും ഈ ഒരു പണം എടുത്തത്, അത് കണ്ടുപിടിച്ച് മതിയാവും എന്നൊക്കെ പറയുന്ന ആ ഒരു ഘട്ടത്തിലാണ് ശ്രുതി ഈ ഒരു പണം കൊണ്ട് തിരികെ ഭാമയുടെ കൈകളിലേക്കായിട്ട് ഏൽപ്പിക്കുന്നത്. അതായത് ഈ ഒരു പ്രശ്നം എങ്ങനെയാലും ഒത്തുതീർപ്പാക്കുക, ഇനി ഒരു പണത്തിന്റെ പേരിൽ സച്ചി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെ കണ്ടുപിടിക്കുമെന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രുതി ഒരു പണം ഭാമയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത്. അതും ഭയങ്കര അതിബുദ്ധിയോട് കൂടി തന്നെ കേട്ടോ. അങ്ങനെ ഈ ഒരു പ്രശ്നമൊക്കെ ഒത്തുതീർപ്പായതിനു ശേഷമാണ് നമ്മുടെ രേവതിക്ക് വേണ്ടി വലിയൊരു ഓർഡർ കിട്ടുന്നത്. അതിനുവേണ്ടി ഇവർ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ എല്ലാം തന്നെ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണല്ലേ. അപ്പോൾ ഈ ഓർഡർ കിട്ടിയതിന് ശേഷം സച്ചി ആദ്യമേ പറയുന്നത് ബിരിയാണി നമുക്ക് മേടിക്കാമെന്നാണ്, എന്നാൽ രേവതി പറയുന്നത് ഇത്രയും പേർക്കുള്ള ബിരിയാണി മേടിക്കാൻ നഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി അത് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ അരിയും ഇതിലിടാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സച്ചി പോകുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടിയുള്ള ചിക്കൻ മേടിക്കാൻ പോകും നമ്മുടെ രേവതിയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് രേവതിയുടെ കൂടെ പൂക്കൾ കെട്ടിക്കൊടുക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ചേച്ചിയെ കാണുന്നത്. ഈ ചേച്ചി പറയുന്നുണ്ട് ഒരു നല്ലൊരു കടയുണ്ട്, അവിടുത്തെ ആ ഒരു ഇക്ക നല്ല രീതിയിൽ തന്നെ ഇറച്ചി നുറുക്കി തരും, നല്ല ഇറച്ചിയാണ് അദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി അവിടെ നിന്ന് മേടിക്കാമെന്നൊരു തീരുമാനം എടുക്കാനിട്ട് അങ്ങനെ ഇവരെയും കൂട്ടിക്കൊണ്ട് രേവതി നേരെ ചെല്ലുന്നത് ബീരാൻ്റെ കടയിലേക്കാണ്. എന്നാൽ അവിടെ ചെല്ലുന്ന സമയത്ത് രേവതിക്ക് ഒരു കോള് വരികയും രേവതി അവർ ഫോണിൽ സംസാരിക്കുന്ന സമയത്താണ് ഈ കൂടെ വന്നിരിക്കുന്ന ചേച്ചി ബീരാനിക്കയുടെ അടുത്ത് ചെന്നതിന് ശേഷം ഇറച്ചി ഓർഡർ ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് ബീരാനിക്ക് അതിനെ ഇറച്ചി നുറുക്കുന്ന സമയത്ത് ഇതെന്താ പതിവില്ലാത്ത കുറച്ചധികം എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ്, അവളെ നിൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കാണിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ രേവതിയെ കാണുമ്പോൾ തന്നെ ബീരാനിക്ക രേവതിയെ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ തലയിലൂടെ തുണിയിട്ട് മൂടുവാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെയാണ് കോള് കട്ടിയതിന് ശേഷം രേവതി തിരികെ വരുന്ന സമയത്ത് തന്നെ ബീരാനിക്കയെ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിലും ബീരാനിക്ക സൗണ്ട് മാറ്റി മാത്രമല്ല മുഖം മറിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയും രേവതിക്ക് ആളെ മനസ്സിലാവുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കൂടെ വന്നിരിക്കുന്ന ചേച്ചി ചോദിക്കുന്നത് ബീരാനിക്ക് എന്താ വേഗം മുഖം മറിച്ചത് ചോദിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ജലദോഷത്തിൻ്റെ ഒരു തുടക്കം പോലെ ഉണ്ട്, നിങ്ങൾക്ക് ഇനി ഞാൻ തുമ്മി വേറെ അസുഖം വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് മുഖം മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നുണ്ട്. എന്നിരുന്നാലും ബീരാനിക്ക മനസ്സിൽ ചിന്തിക്കുന്ന ഈശ്വര ഒരു നിമിഷത്തിന് കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ അവരെന്നെ തീർച്ചയായും കണ്ടുപിടിച്ചേനെ, ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാവും എന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയുടെ മുന്നിലായിട്ട് ബീരാനിക്ക വരുന്നുണ്ട്. എന്നാൽ ആദ്യമേ തന്നെ ബീരാനിക്ക രേവതിയെ കാണുന്നത് കൊണ്ട് തന്നെയും ബീരാനിക്ക നൈസായി തന്നെ രേവതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.